ശ്രീ പി കെ രാജു, ഈ രക്ഷാദൗത്യത്തെക്കുറിച്ച് ഇപ്പോൾ രാത്രിയിൽ വളരെ മന്ദഗതിയിലാണ് കാര്യങ്ങളെന്നാണ് മനസ്സിലാകുന്നത്. താങ്കൾക്ക് ഈ കാര്യത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ രാത്രിയിൽ ജോയിയെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടോ ഇപ്പോൾ? ഞങ്ങളെ ആ പാവപ്പെട്ട ചെറുപ്പക്കാരനായിട്ടുള്ള തൊഴിലാളിയെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കർത്തവ്യമാണ് ആരാധ്യയായ മേയറും ഞാനും ഹെൽത്ത് ചെയർപേഴ്സണും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ 5-6 കൗൺസിലർമാരും രാവിലെ 11:30 മണിക്ക് തുടങ്ങി ഈ നിമിഷം വരെ മേയർ ഉൾപ്പെടെ ഞാനുൾപ്പെടെ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയുമോ എന്നുള്ള എല്ലാവിധ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ ഒരു വിഷയമെന്ന് പറയുന്നത് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഒരു സഹായം ഉണ്ടാകാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ ഇത്രയും നിമിഷമായി രാവിലെ 11 മണിക്ക് നടന്ന ഒരു സംഭവം റീജിയണൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥ ഇപ്പോഴാണ് വരുന്നത്. ആരോപണങ്ങൾ ആരൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് മീഡിയകളോട് സംസാരിക്കാൻ അവർ തയ്യാറാവാതെ ഇവിടെ വന്ന് നോക്കിയിട്ട് പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് അവരുടെ ഒരു വീഴ്ചയാണിത്. എത്ര തവണ കത്ത് കൊടുത്തു, എത്ര തവണ നഗരസഭയിലെ മേയറും സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും ഒക്കെ ഇവരെ ഈ കോമ്പൗണ്ടിനകത്ത് കയറുന്നതിന് വേണ്ടി ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് മാലിന്യങ്ങൾ ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ള കത്തുകൾ കൊടുത്തിട്ട് ഇവർ അത് ഇത്രയും ദിവസം കത്ത് കൊടുത്ത കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മളത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. നഗരസഭ ഇത്ര വളരെ ഗൗരവത്തോടു കൂടി ഈ കത്തൊക്കെ കൊടുത്തിട്ടും അത് 7 ദിവസത്തിനകം കാര്യങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ ഫൈൻ ഈടാക്കും എന്നൊക്കെ കത്തിൽ കൃത്യമായി പറഞ്ഞിട്ടും, കത്തെന്നല്ല പറയേണ്ടത്, നഗരസഭയുടെ നോട്ടീസാണ് കൊടുത്തത്. ആ നോട്ടീസ് കൊടുത്തിട്ടും ഈ 1 മാസത്തോളം ആകുന്നു ഇതിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ തന്നെ. ആ ഇടപെടലിൽ തന്നെ കൃത്യമായി പരിചയസമ്പന്നതയുള്ള ആളുകളെ ഉപയോഗിക്കാതെ ആരെയോ വിട്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നത് പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് തന്നെ എന്താണ് ചെയ്തത് എന്ന് റെയിൽവേയോട് ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ രാജ്യത്ത്, നമ്മളെ ഇന്ത്യ രാജ്യത്താണ് ഇത് നടക്കുന്നത് എന്ന് ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല. അവിടെ റെയിൽവേയോട് ഏതെങ്കിലും തരത്തിൽ അവരെ കൊണ്ട് ഈ കാര്യങ്ങൾക്ക് ഉത്തരം തേടാൻ നഗരസഭ ഡെപ്യൂട്ടി മേയർ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്തെങ്കിലും പരിമിതി ഉണ്ടോ? അവിടെ എന്താണ് നമുക്ക് അതിനുള്ളൊരു പരിഹാരം എങ്ങനെയാണ് കാണാൻ സാധിക്കുക? അല്ല കേരളത്തിൻ്റെ ഒരു വകുപ്പ് മന്ത്രിയാണ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ എത്തി. മേയർ രാവിലെ 11:30 മണി മുതൽ ഈ നിമിഷം വരെ ഇവിടെയുണ്ട്. ഒരു റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ഈ വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ട് എന്താണ് ചോദിക്കുവാൻ അവർ തയ്യാറായിട്ടില്ലല്ലോ ഇതുവരെ. അവർ നടത്തിയ ആ കുറ്റകൃത്യം വളരെ ഗൗരവമേറിയ പോലെ സങ്കടം വരുന്ന ഒരു മാനുഷിക പരിഗണന നൽകാൻ അവർ തയ്യാറാവാതെ ഇപ്പോൾ വന്നിട്ട് പോലും അവർ തയ്യാറാകുന്നില്ലല്ലോ. അവിടെയാണ് വിഷയം. അവിടെ ചില എന്താ പറയുക, ചില കക്ഷികൾ ഇവിടെ വന്നിട്ട് പറയുന്നത് അത് നഗരസഭയുടെ വീഴ്ചയാണെന്ന് പറഞ്ഞ് തടി തപ്പുന്ന ഒരു സ്ഥിതിയാണ് വന്നത്. നഗരസഭയ്ക്ക് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. നഗരസഭ കൃത്യമായി തന്നെ ഞങ്ങൾ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നോട്ടീസ് നൽകി, ഫൈനൽ നോട്ടീസ് നൽകി. അങ്ങനെയാണ് റെയിൽവേ തന്നെ ഒരു കോൺട്രാക്ടറെ വെച്ച് ഈ മാലിന്യം മാറ്റുന്നതിന് വേണ്ടി അവരുടെ ഒരു മേൽനോട്ടവും റെയിൽവേയുടെ ഒരു മേൽനോട്ടവും അവിടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളെ തന്നെ അറിയിക്കണ്ടേ, ഇത്ര തീയതി ഇന്ന ദിവസം ഈ പണി ആരംഭിക്കുകയാണ്, ഞങ്ങളെങ്കിലും അത് നോക്കിക്കാ. അതിഗുരുതരമായ കോൺട്രാക്ടർ ഇത്തരം പണികൾ ചെയ്യുന്ന ഒരാളാണ് എന്ന് ഈ നാട്ടിലുള്ള ആളുകൾക്കെങ്കിലും ബോധ്യമുണ്ടോ? നിങ്ങൾക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടോ? ഈ പണി ചെയ്യാൻ അറിയാവുന്നവരാണോ അവർ? അതാണ് ഇതൊന്നും ഇതൊന്നും ഒരു ബോധ്യപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കൊടുത്ത നോട്ടീസ് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ കൂടെ ഒന്ന് അറിയിക്കണോ? നഗരസഭാ സെക്രട്ടറി അറിയിക്കാം, ഈ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേയർ എന്ന നിലയിൽ മേയറെ അറിയിക്കാം. ആരെയും അറിയിക്കാതെ അവർ ആ പണി ആരംഭിച്ചതാണ്. ആ പണി ആരംഭിക്കുമ്പോൾ ആ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ, ഈ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, അവിടെ എഞ്ചിനീയർമാരുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, റെയിൽവേക്ക് പ്രത്യേകം ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്, പ്രത്യേക ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവിടെ DOSP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, റെയിൽവേയുടെ പോലീസ് സബ് ഇൻസ്പെക്ടറുണ്ട്, CM സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസുണ്ട്. ഇവരൊക്കെ നിൽക്കുമ്പോൾ നോക്കുകുത്തിയായി നിൽക്കുക. അവരാരുമേ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഞങ്ങൾ 11:30 മണിക്ക് കൃത്യമായി തന്നെ ഞങ്ങളുടെ ജീവനക്കാരനെ അല്ലാതിഞ്ഞിട്ട് പോലും അവിടെയാണ് ഞങ്ങളുടെ
ഇച്ഛാശക്തിയോടുകൂടി ഞങ്ങൾ പ്രവർത്തിച്ച് ഈ നിമിഷം വരെയും എത്ര നേരം വെളുത്താലും ശരി, എത്ര ദിവസമായാലും തിരുവനന്തപുരം നഗരസഭ ആ നമ്മുടെ തൊഴിലാളിയെ കണ്ടു കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ സൗകര്യങ്ങളോടുകൂടി. ശരി, ഞാൻ പി കെ രാജു താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം. പക്ഷേ താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു തൊഴിലാളി അല്ലാതിരുന്നിട്ട് കൂടി നിങ്ങൾ കാണിച്ച ഇച്ഛാശക്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ രാവിലെ മുതൽ മാധ്യമങ്ങളിൽ കണ്ടത് ആദ്യം വന്ന ബ്രേക്കിങ്ങുകൾ തിരുവനന്തപുരം നഗരസഭയുടെ ജീവനക്കാരൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, നഗരസഭ എന്താണ് ഈ കാര്യത്തിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ആണ് ബ്രേക്കിംഗ് ന്യൂസുകൾ വന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഞാൻ അതിനൊരു കമൻറ്റ് കൂടി താങ്കൾ പറഞ്ഞിട്ട് ഞാൻ ഗായത്രി ബാബുവിലേക്ക് പോവാം. അല്ല, അതെ, ഈ ഞങ്ങളുടെ BJPയുടെ ഒരു പാർലമെൻ്ററി പാർട്ടി ലീഡർമാർ രണ്ടുപേരും ഇവിടെ വന്നിരുന്നു. BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വന്ന് കയറിയ ഉടനെ ഈ ജീവൻ രക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. മേയർ രാജിവെക്കണം, നഗരസഭയുടെ വീഴ്ചയാണെന്ന് ആരാ പറയുന്നത്? നഗരസഭയുടെ ഭാഗമായിട്ടുള്ള ഭരണസമിതി അംഗമായിട്ടുള്ള പാർലമെൻ്ററി പാർട്ടി ലീഡറും BJPയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമാൻ VV രാജേഷും ഒരു കാരണവശാൽ അവിടെ ആമേഴഞ്ച തോടിൻ്റെ ഭാഗത്ത് എത്തി നോക്കാതെയോ ചെളിയിൽ പോലും ചവിട്ടാതെ രാജിവെക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ആ ജോലിയല്ല ചെയ്തത്. ഞങ്ങൾ ആ ചെളിയിൽ മുങ്ങി നിന്നുകൊണ്ട് അവരോടൊപ്പം മേയറും ഞാനും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിലർ ഉൾപ്പെടെ വടം കെട്ടി വടം വലിച്ച് ആ മാലിന്യങ്ങൾ കയറ്റുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇത് രാഷ്ട്രീയ മുതലെടുക്കുന്നതാണ്. ഒരു മനുഷ്യൻ വെള്ളത്തിൻ്റെ അടിയിൽ അകപ്പെട്ടു പോയാൽ അയാളെ രക്ഷപ്പെടുത്തുന്നതിന് പകരം നേരെ വന്ന് പറയുകയാണ് തിരുവനന്തപുരം നഗരസഭ രാജിവെക്കണം, ഇത് നഗരസഭയുടെ വീഴ്ചയാണ്, നഗരസഭയുടെ ജീവനക്കാരനാണ്. നഗരസഭയുടെ ജീവനക്കാരനായാലും കൊള്ളാം, ഇനി റെയിൽവേയുടെ ജീവനക്കാരനായാലും കൊള്ളാം, മാനുഷിക പരിഗണന നൽകേണ്ടതാണ്. ഞങ്ങളുടെ ജീവനക്കാരനല്ല. അല്ലാഞ്ഞിട്ട് പോലും ഞങ്ങളുടെ ആരാധ്യയായ മേയർ എത്ര മണിക്കൂറായി ഈ ഇവിടെ കാവലിരിക്കുന്നു എന്നറിയാമോ? ഇനി ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളാണ്. ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും.